അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര അറബിക് സെമിനാർ നടന്നു. കാസർഗോഡ് നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷാധ്യാപക സംഘടനയായ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KATF അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് വിവിധ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് നഗരസഭ കോൺഫറൻസ് ഹാളിൽ അന്താരാഷ്ട്ര അറബിക് സെമിനാർ സംഘടിപ്പിച്ചത്. NA നെല്ലിക്കുന്ന് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്യാപകന്മാരായ ആളുകളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്ന ഘട്ടം വരെ വന്നേക്കാം. ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അതിനേക്കാൾ പ്രയാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല, നമ്മുടെ പദവികൾ നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല, നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യം നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല. അതൊക്കെ ത്യാഗമാണ്. സംസ്ഥാന പ്രസിഡന്റ് MT സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. KATF സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ മടമ്പാട്ട്, സംസ്ഥാന നിർവാഹക സമിതി അംഗം നാസർ കല്ലൂരാവി, കൗൺസിലർ VP യൂസഫ്, ജില്ലാ സെക്രട്ടറി സത്താർ ആത്തവനാട്, ഓർഗനൈസിംഗ് സെക്രട്ടറി BH നൌഷാദ് എന്നിവർ സംസാരിച്ചു. സെമിനാറിൽ UAE നോവലിസ്റ്റ് മറിയം ഷിനാസി, കൈറോ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അഹമ്മദ് അഫീഫി, ഒമാനിലെ സുൽത്താൻ ബാബു സർവകലാശാല സീനിയർ ട്രെയിനർ ഡോക്ടർ മറിയം ബിൻത്ത് ഹമീദ് അൽ ആഫിരി, ഈജിപ്തിലെ ഹറഫ് അക്കാദമി ഡയറക്ടർ ഷീമ മെഹമ്മൂദ്, മൊക്കേരി ഗവൺമെൻറ് കോളേജ് പൗരസ്ത്യ ഭാഷാ പഠന വിഭാഗം മേധാവി ഡോക്ടർ ലിയാഖത്ത് അലി, KATF അക്കാദമി വിഭാഗം അധ്യക്ഷൻ മുഹമ്മദ് അലി മിഷ്കാത്തി, ഡോക്ടർ P നിയാസ് മോൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ജില്ലയിൽ വിദ്യാഭ്യാസ പദവിയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് അവരോധിതനായ പ്രിയങ്കരനാണ് T മധുസൂദനൻ സാർ. ഭാഷയിലൂടെ അറബിക് ടാലന്റ് ടെസ്റ്റിലൂടെ എത്തിച്ച ഒരു കാലത്തെ പൂർവ്വ വിദ്യാർത്ഥി നിലവിലെ വിദ്യാർത്ഥിക്ക് സമ്മാനിക്കുന്നു. അതിമനോഹരമായ ഒരു സന്ദർഭം കൂടിയാണിത്. റീൽസ് മേക്കിംഗ് കോമ്പറ്റീഷനിലെ 1ാം സ്ഥാനം വളരെ പെട്ടെന്ന് പേരിൽ എന്റെ ലൈഫിൽ കാസർഗോഡ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.